കോഴിക്കോട്ട് രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ രോഗബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സംഘം പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി എത്തിയിട്ടും ഉറവിടം കണ്ടെത്താനായിട്ടില്ല. എവിടെ നിന്നാണ് രോഗിക്ക് നിപ പകർന്നത് എന്ന ഉത്തരം പറയാൻ ആരോഗ്യവകുപ്പിന് കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അതേസമയം നിലവിൽ നിപ സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നത് മറ്റൊരാശ്വാസം. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉറവിടം തേടി. 2018 കേരളം നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനായി വിദേശ ശാസ്ത്ര സംഘത്തിന്റെ സഹായം തേടിയിരുന്നു. അന്ന് ഈ സഹായം തേടിയത് ഭാവിയിലേക്കുള്ള ഒരു കരുതലിന് വേണ്ടിയായിരുന്നു. അതായത് എപ്പോഴെങ്കിലും നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്താനും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ കോഴിക്കോട് നിപ്പ റിപ്പോർട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വവ്വാലുകളുടെയും വളർത്തുമൃഗങ്ങളുടെയും സ്രവ സാമ്പിളുകളും കാഷ്ടവും പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. കോഴിക്കോട്ടെ നിപ്പ വൈറസ് ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി തന്നെ തുറന്നു പറയുന്നു. കൃത്യമായിട്ട് ഹോസ്റ്റ് ചെയ്താണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്കിപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഗോഡൗണിൽ ആവാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഗോഡൗണിൽ പരിശോധിച്ചിരുന്നു. ഗോഡൗണിൽ പക്ഷേ ബാഡ് ഡ്രോപ്പിംഗ്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ രണ്ടാമത്തൊരു ചാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഈ സപ്പോട്ട മരത്തിൽ നിന്ന് അവരുടെ വീട്ടിലുള്ള സപ്പോട്ട മരത്തിലെ ആയിരിക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതും നമുക്കറിയില്ല. മൂന്നാമത് നമ്മൾ മറ്റൊരു തിയറി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മരപ്പട്ടീൻ്റെ ഒരു ചത്ത മരപ്പട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണോ എന്നുള്ളതും അറിയില്ല. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഹോസ്റ്റുകളാവാൻ സാധ്യതയുള്ള മൃഗങ്ങളാണ്. അപ്പം കൃത്യമായിട്ട് ഇതിൽ ഏതിൽ നിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാടുകളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജില്ലകളാണ് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ രോഗം വരാനായി സാധ്യത കൂടുതലുണ്ട്. ആദ്യം കോഴിക്കോട് ജില്ലയിൽ മാത്രമായിരുന്നു നിപ്പ രോഗവ്യാപനം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായി മലപ്പുറം, പാലക്കാട് ജില്ലകളിലേക്കും നിപ്പ വ്യാപനം തുടങ്ങി. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കുറച്ചും കൂടി കാടുകളുമായിട്ട് പ്രോക്സിമിറ്റി നമുക്ക് കൂടുതലുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വൾണറബിലിറ്റി കൂടുതലാണ്. നമ്മൾ ആദ്യമേ കോഴിക്കോട് മാത്രം ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു നിപ്പ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത് കൂടുതൽ മലപ്പുറം ജില്ലയിൽ കാണാൻ തുടങ്ങി. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായി. അപ്പം എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. രാമനാട്ടുകരയിലെ നിപ്പ പ്രഭവ കേന്ദ്രത്തിന് സമീപം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിപ്പ നിരീക്ഷണവും സാമ്പിൾ ശേഖരണവും നടത്തിയിരുന്നു. കണ്ണൂർ റീജിയണൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബ്, കോഴിക്കോട് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. വനവകുപ്പിന്റെ സഹായത്തോടെ 2 വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. കൂടാതെ ഈ പ്രദേശങ്ങളിൽ വളർത്തുനായ, പൂച്ച എന്നിവയുടെ രക്തം, മൂക്കിലെ സ്രവം തുടങ്ങിയവയും ശേഖരിച്ചിട്ടുണ്ട്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള വവ്വാലുകളുടെ താവളങ്ങളിൽ നിന്ന് കാഷ്ടവും പരിശോധനയ്ക്കായി എടുത്തിരുന്നുവെങ്കിലും പരിശോധന ഫലം പുറത്തു വന്നിട്ടില്ല. വളർത്തുമൃഗങ്ങളിലും വവ്വാലുകളിലും നിപ്പ വൈറസിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിനായി സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. എന്നാൽ ഇവയുടെ ബലവും പുറത്തു വന്നില്ല. മലേഷ്യയിലെ നിപ്പ രോഗബാധ, നിപ്പയ്ക്ക് സമാനമായ ഓസ്ട്രേലിയയിലെ ഹെൻഡ്ര വൈറസ് ബാധ, എബോള വൈറസ് എന്നിവയെക്കുറിച്ചുള്ള പഠനം നടത്തുന്നവരുടെ സഹായം 2018 കേരളം തേടിയിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെയും ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിലിന്റെയും സഹായത്തോടെയാണ് രാജ്യാന്തര ശാസ്ത്ര സംഘത്തെ സമീപിച്ചത്. എന്നിട്ടും പകർച്ചവ്യാധികളുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായും ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുകയല്ല. പരിമിതികൾ ഒട്ടനവധി ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവനും വിലയുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഒന്നടങ്കം ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.